അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ലിസാനുൽ ഖുർആനിലെ 9ാമത്തെ പാഠമാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു അക്കത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചു. അൽ അദദ് അല്ലേ, അദദിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് 1, 2 എണ്ണുമ്പോൾ എന്ത് ചെയ്യണം, 3 മുതൽ 10 വരെ എന്ത് ചെയ്യണം എന്നൊക്കെ. ഇന്ന് നമ്മൾ എണ്ണത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ 12 അറബി മാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ഏതാ അറബി മാസങ്ങൾ നിങ്ങൾക്ക് ചില അറിയോ? എല്ലാവരും കാണാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മുഹറം, സഫർ, റബിയുൽ അവൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ അല്ലേ. ഇങ്ങനെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 1 മുതൽ 10 വരെ എല്ലാവർക്കും എണ്ണാൻ അറിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. 1, 10, 12 അങ്ങനെ എണ്ണി പോവും, എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? നമ്മളെന്താ പറയുക? 10 കുട്ടികളുണ്ട്. ഓക്കെ, അതിന് 10 എന്ന് പറഞ്ഞാൽ മതി. അറബിയിൽ അഷ്റ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. അർബ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്, നീ എത്രാമത്തെ സ്ഥാനമാണ്? അപ്പോൾ 1ാമത്തെ. പരീക്ഷയിൽ എത്രാമത്തെ റാങ്കാണ്? ഫസ്റ്റ് റാങ്കാണ്, 1ാമത്തെ റാങ്കാണ്. വ്യത്യാസം മനസ്സിലായോ? 1 എന്ന് പറയുന്നതും 1ാമത്തേത് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലേ. നിങ്ങളെ വീട്ടിൽ എത്ര മക്കളുണ്ട്? 4 മക്കൾ. നീ എത്രാമത്തേതാ? ഞാൻ 3ാമത്തേത്. വ്യത്യാസമുണ്ട്. 3 എന്ന് പറയുന്നതും 3ാമത്തേത് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. 1 എന്നാൽ 1ആണ്, 1ാമത്തേത് ഫസ്റ്റ്, ഞാൻ ഫസ്റ്റാണ്. 2ാമത്തേത് സെക്കൻഡ്, 3ാമത്തേത് തേർഡ്. പക്ഷെ 3 എന്നുള്ളതിന് 3 എന്നാണ് പറയാം, 2 എന്നുള്ളതിന് 2 എന്നാണ് പറയാം, 1 എന്നുള്ളതിന് 1 എന്ന് പറയാം. എന്നതുപോലെ അറബിയിലുണ്ട് 1, 2, 3, 4, 5, 6, 7, 8 അത് എണ്ണാൻ നിങ്ങൾക്കറിയാം. പക്ഷേ 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത് അങ്ങനെ പറയുന്നതിന് എന്താ പറയുക? അതാണ് ഈ പറയൽ പഠിക്കുന്നത്. 1 എന്നുള്ളതിന് വാഹിദ് എന്ന് പറയും, 1ാമത്തേത് എന്നുള്ളതിന് അൽ അവൽ, അവൽ എന്ന് പറയും. ഓക്കെ, 2 എന്നുള്ളതിന് ഇസ്നാൻ എന്ന് പറയും, 2ാമത്തേത് അസാനി ഉണ്ടോ. 3 സലാസ, പക്ഷേ 3ാമത്തേത് അസാലിസ്. ഉദാഹരണം പറയാം, നീ ക്ലാസ്സിൽ എത്രാമത്തെ സ്ഥാനമാണ്? ഞാൻ 3ാമത്തെ സ്ഥാനമാണ്, സാലിസ് എന്നാ പറയാം. 5ാമത്തെ മാസം ഏതാണ് അറബിയിൽ? അപ്പോൾ എന്താ പറയുക? ജുമാദുൽ ഊല അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ 8ാമത്തെ എന്ന് ഉപയോഗിക്കാൻ അസാമിൻ എന്നാ പറയാം. 8 എന്നുള്ളതിനോ സമാനിയ. ഈ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം. അൽ അവൽ, അസാനി, അസാലിസ്, അറാബിയ, അൽ ഖാമിസ്, അസാദിസ്, അസാബിയ, അസാമിൻ, അത്താസിയ, അൽ ആഷിർ, അൽ ഹാദി അഷർ, അസാനി അഷർ. അതങ്ങനെ പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് അറബി മാസവും നമുക്ക് പഠിച്ചു. 1ാമത്തെ മാസം മുഹറം, അൽ അവൽ മുഹറം, അസാനി സഫർ, അസാലിസ് റബിയുൽ അവൽ, അൽ റാബി റബിയുൽ ആഖിർ, അൽ ഖാമിസ് ജമാദുൽ ഊല, അസാദിസ് ജമാദുൽ ഉഖ്റ, അസാബിയ റജബ്, അസാമിൻ ഷഅബാൻ, അത്താസിയ റമദാൻ, 9ാമത്തേത് റമദാൻ, അൽ ആഷിർ ശവ്വാൽ, അൽ ഹാദി അഷർ 11ാമത്തേത് അൽ ഹാദി അഷർ ദുൽഖഅദ, അസാനി അഷർ ദുൽഹിജ്ജ്. അങ്ങനെ പോവും. അസാനി അഷർ കഴിഞ്ഞാൽ പിന്നെ സാലിസ് അഷർ, റാബി അഷർ, ഖാമിസ് അഷർ, ഓർഡറിൽ അങ്ങനെ പോവും. ഇതാണ് ഈ പാഠത്തിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ 1 1ാമത്തേത് വാഹിദ് അൽ അവൽ, 2 2ാമത്തേത് അസാനി, 2ാമത്തേത് ഇസ്നാൻ 2, അസലാസ് 3, അസാലിസ് 3ാമത്തേത്. ഇങ്ങനെ ഓരോ അക്കത്തിൻ്റെയും 3ാമത്തേത്, 4ാമത്തേത്, 12ാമത്തേത്, 35ാമത്തേത് ആ രീതിയിൽ അങ്ങനെ പഠിക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്കതിൻ്റെ എക്സസൈസ് നോക്കാം. അൽ വാഹിദ് അൽ അവൽ, അൽ ഇസ്നാൻ അസാനി, അസലാസത്തു അസാലിസ്, അൽ അർബഅത്തു അറാബിയ. അങ്ങനെ പൂർണ്ണമായിട്ട് ബാക്കി പൂരിപ്പിക്കുക. 5 എന്താ പറയാം? അൽ ഹംസ. 5ാമത്തേത് ഖാമിസ്. 6 എന്താ പറയുക? സിത്ത. 6ാമത്തേത് സാദിസ്. 7 സാബിയ 7ാമത്തേത്. 8 8, സാമിൻ 8ാമത്തേത്. 9 താസിയ 9ാമത്തേത്. 10 10, ആഷിർ 10ാമത്തേത്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അതിൽ കുറച്ച് ചോദ്യത്തിനും പഠിക്കാനുണ്ട്. അഷ്ഹറു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ മാ ഹുവ? ഹിജ്റ മാസങ്ങളിൽ
ഒമ്പതാമത്തേത് അത്താസ് കണ്ടോ, ഏതാ? റമളാൻ. അൽ യൗമു സാദിസ്, ആറാമത്തെ ദിവസം. മിൻ അയ്യാമിൽ ഉസ്ബൂ, 7 ആഴ്ചകളിൽ ആഴ്ചയിൽ ആറാമത്തെ ദിവസം ഏതാണ്? ആറാമത്തെ ഏതാണ്? ആറാമത്തെ ദിവസം ഏതാ? നിങ്ങൾ എണ്ണി നോക്കൂ, ഉത്തരം കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഷുറൂത്തുൽ ഉസ്ലി കംഹിയ, കുളിയുടെ ഷർത്തുകൾ എത്ര? അത് എത്ര സംഖ്യ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അവിടെ ആറാമത്തേതെന്നോ അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ 6 6 5 5 എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? അസാബിയുൽ യദൈനി കംഹിയ, വിരലിൻ്റെ എണ്ണങ്ങൾ എത്ര? അപ്പോൾ നമ്മൾ 10ാമത്തേത് എന്ന് പറയേണ്ട, 10 എന്ന് പറഞ്ഞാൽ മതി. ഇത്രേ ഈ പാഠത്തിലുള്ളൂ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.